പറയാം. എങ്ങനെയാന്ന് അറിയാലോ? ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ നോക്കി പോവാം. മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എഴുതിയവരായിരിക്കാം, എന്നാലും ഉത്തരം ഒന്നുകൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The Friendly Societies Act passed by the British government was in the year. The Friendly Societies Act passed by the British government in the year. ഏത് കൊല്ലാണ് എന്ത് ചെയ്ത്? Friendly Societies Act. ഈ Friendly Societies Act കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ആക്ട് ഓർമ്മ വരും. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടും ഉണ്ട്, അതല്ലാതെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടും ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത് എപ്പോഴാണ്? 1793, 1793 ആണ്. അപ്പൊ എപ്പോഴാണ് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്? അത് വേറെ ആക്ട് ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വേറെയാണ്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വേറെയാണ് അല്ലെ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ആണ് 1793. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന്റെ ഇയർ എന്നാണ്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന്റെ ഇയർ അത് 1896. അതായത് ഈ രണ്ട് ആക്ടിന് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കാറുണ്ട്. 1904 ആക്ട് ബേസ് ചെയ്തിരിക്കുന്ന ആക്ട് ആണ് ഇത്, ഈ 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. അതുപോലെ 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? റബ്സ്, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്ന ആക്ട് ഏതാ ചോദിച്ചാൽ നമ്മൾ ഏതാ എഴുതാറ്? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793. അതുപോലെ 1904 ആക്ട്, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആണ് 1904 ആക്ട്. 1904 ആക്ട് ബേസ് ചെയ്ത ആക്ട് ഏതാ ചോദിച്ചാൽ നമ്മൾ ഏതാ എഴുതാറ്? അതാണ് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. രണ്ടും കൂടി മാറിപ്പോരുത്. ക്ലിയർ അല്ലേ? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793യും ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896ഉം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗിവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണ് അവരവരുടെ നോമിനൽ മെമ്പേഴ്സ്? നോമിനൽ മെമ്പർ എന്താണെന്ന് അറിയാലോ അല്ലെ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ നോമിനൽ മെമ്പർ? നോമിനൽ മെമ്പറുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ബൈലോയിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണ് നോമിനൽ മെമ്പർക്ക് ഡിവിഡൻഡ് കൊടുക്കുക? നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് കേരള ബാങ്ക് ആണ്. ഡിവിഡൻഡ് മാത്രമല്ല, അതുപോലെ ബോണസ് കൊടുക്കാനൊക്കെ എന്താ പറ്റും? കേരള ബാങ്ക് ആണ് കൊടുക്കുക. സാധാരണ നോമിനൽ മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാത്ത, അവരുടെ അസറ്റിനെ ലയബിലിറ്റിനെ ഒരു തരത്തിലും ബാധിക്കാത്ത മെമ്പേഴ്സ് ആണ് ഈ നോമിനൽ മെമ്പർ എന്ന് പറയുന്നത്. പക്ഷേ കേരള ബാങ്കിന്റെ കേസിൽ കേരള ബാങ്ക് എന്ത് ചെയ്യും? നോമിനൽ മെമ്പേഴ്സിന് എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. അതുപോലെ സെക്ഷൻ 56 KCS ആക്ട് സെക്ഷൻ 56 പ്രകാരം നോമിനൽ മെമ്പേഴ്സിന് ബോണസും കൊടുക്കും. അത് ആരാ കൊടുക്കുക? കേരള ബാങ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുക. 62ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? വിച്ച് ബാങ്ക് പെർമിറ്റഡ് ടു ഗിവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ചോദിച്ചാൽ കേരള ബാങ്ക് ആണ് ഡിവിഡൻഡ് കൊടുക്കുക. ബാക്കി ഒരു ബാങ്കും എന്ത് ചെയ്യില്ല, നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റി ആണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? സിമ്പതൈസർ മെമ്പർഷിപ്പ് കേട്ടിട്ടുണ്ടോ? അത് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കേസിൽ പറയാറുണ്ട് അല്ലെ, അവരുടെ മെജോറിറ്റി മെമ്പേഴ്സ് എന്തായിരിക്കണം? ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അല്ലെങ്കിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ 90% ആൾക്കാരും ആരായിരിക്കും? ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഒരു 10% മാത്രമേ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കുള്ളൂ. 90%ഉം അതാത് മേഖലയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകളായിരിക്കും. ഈ സിമ്പതൈസർ മെമ്പർഷിപ്പ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഏത് സൊസൈറ്റി കൊണ്ടാണ്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള ഓരോ മെമ്പർഷിപ്പ്, ഡ്യുവൽ മെമ്പർഷിപ്പ്, അങ്ങനെയുള്ള വേർഡുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഏത് ടൈപ്പ് സൊസൈറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത്, മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൻ ടു എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ്സ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം. മെമ്പർ റിലീഫ് സ്കീമിന്റെ മാക്സിമം എമൗണ്ട് എത്രയെന്നല്ല ചോദിച്ചിരിക്കുന്നത്. മെമ്പർ റിലീഫ് സ്കീമിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എത്രയാന്നുള്ളത്. നമ്മൾ നോർമലി മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു എമൗണ്ട് ഉണ്ട്. എത്രയാണ്? നമ്മൾ നോർമലി KCS ആക്ട് പ്രകാരം ഇത്ര പെർസെന്റേജ് മെമ്പർ റിലീഫ് ഫണ്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു മെമ്പർക്ക് മാക്സിമം എത്ര രൂപ അസിസ്റ്റൻസ് ആയിട്ട് മെമ്പർ റിലീഫ് ഫണ്ട് വഴി കിട്ടും എന്നാണ്. അതിന്റെ ആൻസർ ആണ് എത്ര? 50,000. മാക്സിമം അസിസ്റ്റൻസ് കിട്ടിയ മെമ്പർ റിലീഫ് ഫണ്ടിന് എത്ര രൂപയാണ്? 50,000 ആണ്. ഈ 1 lakh എന്താണ്? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ 1 lakh വരെ മാക്സിമം എമൗണ്ട് ആയിട്ട് മെമ്പർ റിലീഫ് ഫണ്ടിക്ക് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് എന്തെങ്കിലും പെട്ടെന്ന് വല്ല മെഡിക്കൽ ആവശ്യത്തിനൊക്കെ ഈ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഫണ്ടാണല്ലോ മെമ്പർ റിലീഫ് ഫണ്ട്. നമ്മൾ അതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്. ആ
കമ്മിറ്റിയാണ് എലിജിബിൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? ലോയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മെമ്പർ റിലീഫ് ഫണ്ടിന്റെ അസിസ്റ്റൻസ് ആർക്കാ കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂൾ 53A കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പർ റിലീഫ് ഫണ്ടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മളൊരു കമ്മിറ്റി ഉണ്ട്, 3 പേര് അഡ്മിനിസ്ട്രേറ്റീവും അവരാണ്. ആ കമ്മിറ്റിയാണ് എലിജിബിൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് മാക്സിമം കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം എമൗണ്ട് ഓഫ് ബെനിഫിറ്റ് ആണ് 50,000. മാക്സിമം ബെനിഫിറ്റ് ആണ് 50,000. ഇനി നെറ്റ് പ്രോഫിറ്റിന്റെ മാക്സിമം എമൗണ്ട് എത്രയാണ് മെമ്പർ റിലീഫ് ഫണ്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിച്ചാൽ അതാണ് 1 lakh. 10% ആണല്ലോ മെമ്പർ റിലീഫ് ഫണ്ടിക്ക് മാറ്റി വെക്കുക. അതിന്റെ മാക്സിമം എത്രയാണ്? 1 lakh ആണ്. അപ്പൊ ഈ 1 lakh 50,000 കൂടി മാറിപ്പോവരുത്. ബെനിഫിറ്റ് ആണ് 50,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. KRFED is a dash type of society. KRFED എന്ത് ടൈപ്പ് സൊസൈറ്റി ആണ്? റൂൾ 15 ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സൊസൈറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു KRFED എന്ത് ടൈപ്പ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് ആണോ, അഗ്രികൾച്ചറൽ പ്രോസസിംഗ് ആണോ, അഗ്രോ ഇൻഡസ്ട്രിയൽ ആണോ? അതൊരു എന്താണ്? KRFED is an apex agricultural processing society അല്ലെ? KRFED എത്ര ടയറിലാണ് വർക്ക് ചെയ്യുന്നത്? KRFED സിംഗിൾ ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. apex agricultural processing societyക്ക് എക്സാമ്പിൾ ആണ് ഏത്? KRFED. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Second phase of integrated cooperative development project is now implementing in the revenue districts of Idukki, Palakkad and അതായത് ICDP. ICDP നമ്മൾ എവിടെ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. കേരളത്തില് ഫസ്റ്റ് ICDP ഇംപ്ലിമെന്റ് ചെയ്ത് വയനാട്ടിലാണ്. ടോട്ടല് കേരളത്തില് 5 ജില്ലകളിലാണ് ICDP പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ഫേസിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ചോദ്യം. ടോട്ടൽ എത്ര ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞു? 5. അത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്? ടോട്ടൽ ICDP ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ്? വയനാട്. ഏറ്റവും ഫസ്റ്റ് വയനാടാണ്. ഈ സെക്കൻഡ് ഫേസ് തുടങ്ങി വെച്ചതും വയനാട് തന്നെയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂര്, കോട്ടയം. നമ്മൾ ICDP ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വയനാട്, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂര്, കോട്ടയം, അങ്ങനെ 5 ജില്ലകളിലാണ് ICDP ടോട്ടൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിന് സെക്കൻഡ് ഫേസിൽ എവിടേക്ക് തന്നെയാണ്? ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂർ. തൃശ്ശൂരാണ് ഓപ്ഷൻസിൽ. ആലപ്പുഴയിലും കണ്ണൂരിലും ഒന്നും എന്തില്ല? ICDP പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഫേസ് എവിടെയാണ്? ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? SPCS എന്താണ്? സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 1945 വന്നു. കോട്ടയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തന്നിരിക്കുന്നതിൽ SPCS ആയിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണ്? നോട്ട് റിലേറ്റഡ് ആണ്. റിലേറ്റഡ് അല്ല, നോട്ട് റിലേറ്റഡ്. ഏതാണ്? SPCS ഒരു പ്രൈമറി സൊസൈറ്റി ആണോ, ഫെഡറൽ സൊസൈറ്റി ആണോ? SPCS ഒരു പ്രൈമറി സൊസൈറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി, ഫെഡറൽ സൊസൈറ്റി. കാരണം SPCS ഒരു ഫെഡറൽ സൊസൈറ്റി ആണോ? അല്ല. നമ്മൾ പ്രധാനമായിട്ടും ഫെഡറൽ സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് ഏതാ പഠിക്കാറ്? റെയ്ഡ്കോ, റബ്കോ ഒക്കെയാണ് ഫെഡറൽ സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാറ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. SPCS ഈസ് ഡാഷ് സൊസൈറ്റി പറഞ്ഞിട്ട് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻ. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായത്? SPCS എന്താണ്? ഒരു പ്രൈമറി സൊസൈറ്റി ആണ്. 1945 വന്ന SPCS സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പ്രൈമറി സൊസൈറ്റി ആണ്. അതുപോലെ അവരുടെ ബുക്ക് സ്റ്റാൾ ആണ് NBS. പിന്നെ അവരുടെ പ്രസ് ഇന്ത്യ പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പ്രൈമറി സൊസൈറ്റി, ഇന്ത്യ പ്രസ്, നാഷണൽ ബുക്ക് സ്റ്റോൾ, ഇത് മൂന്നും ആരായിട്ട് റിലേറ്റ് ചെയ്താണ്? SPCS ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഫെഡറൽ സൊസൈറ്റി എന്തല്ല? SPCS ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ടേം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓപ്പറേറ്റീവ്സ് ആണ്? DV ഫയൽ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫീസർ ആണ് അല്ലെ? DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫീസർ ആണ്. ഏത് ടൈപ്പ് സൊസൈറ്റീസിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബാങ്കിലാണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. പീക്കാർഡ് ബാങ്കിലാണ് നമ്മൾ DV ഫയല്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? TER, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണ്. അപ്പൊ DV ഫയലും ആരാ കസ്റ്റോഡിയൻ ചോദിച്ചാൽ വാല്യുവേഷൻ ഓഫീസർ. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യണത് ചോദിച്ചാൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണ് DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The scheme Care Kerala is a combination of 3 programs such as Care Home, Care Loan and. അതായത് കെയർ കേരള. എന്താ കെയർ കേരളയുടെ ഫുൾ ഫോം പറയൂ. കെയർ കേരള എന്താ ഫുൾ ഫോം കെയർ കേരളയുടെ? ഇത് ഏത് സമയത്ത് വന്നതാണ് ഈ കെയർ കേരള എന്ന് പറഞ്ഞ പ്രോഗ്രാം? നമ്മള് ഫ്ലഡ് വന്നിരുന്നു അല്ലെ 2018. ഈ ഫ്ലഡ് വന്നിരുന്ന സമയത്ത് കേരള ബാങ്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ചേർന്ന് ഫോം ചെയ്ത ഒരു പദ്ധതിയാണ് ഇത് ഈ കെയർ കേരള എന്ന് പറയുന്നത്. ഈ കെയർ കേരളയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള. കോപ്പറേറ്റീവ് അറിയാത്തവരെ എഴുതി വെക്കൂ. കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള എന്നുള്ളതാണ് എന്ത് കെയർ കേരളയുടെ ഫുൾ ഫോം. കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള. അതെന്ന് പറയുന്നത് എന്താണ്? 3 പ്രോഗ്രാംസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. 3 പ്രോഗ്രാംസ്. അത് ഏതൊക്കെയാണ്? കെയർ ഹോം, കെയർ ലോണ് ആൻഡ് കെയർ ഗ്രേസ്. ഓപ്ഷൻ എന്താ? ആൻസർ എന്താ വരിക? കെയർ ഗ്രേസ് ആണ്. എന്താ കെയർ ഹോം, എന്താ കെയർ ലോൺ, എന്താണ് കെയർ ഗ്രേസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഈ കെയർ ഹോം എന്ന് പറയുന്നത് ആ സമയത്ത് ഫ്ലഡ് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് പേർക്ക് വീട് നഷ്ടമായിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരുപാട് ജില്ലകളിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലഡ്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്തു? വീട് നഷ്ടമായി. അപ്പൊ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസിൽ 1500 പേർക്കും രണ്ടാമത്തെ ഫേസിൽ 2500 വീടുകളുമാണ് ഈ കെയർ ഹോം പദ്ധതി വഴി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ വെള്ളപ്പൊക്കം വന്നപ്പോ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫണ്ടിനെയാണ് നമ്മൾ, ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ കെയർ ഹോം പദ്ധതി എന്ന് പറയുന്നത്. കെയർ ഹോം വീട് വെച്ചു കൊടുക്കുക. ഫ്ലഡിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ചു കൊടുക്കുക. ടോട്ടൽ ഒരു 3000-നടുത്ത് വീടാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെയാണ് ഇത് കെയർ ലോൺ. കെയർ ലോൺ എന്ന് പറയുന്നത് ലോൺ കൊടുക്കുക തന്നെയാണ്. ആ സമയത്ത് ഈ കലാമിറ്റി ഒക്കെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തവർക്ക്, ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി, നന്നായി ക്യാഷിന്റെ ഒക്കെ ആവശ്യം വന്നല്ലോ. ആ സമയത്ത് ഈ കലാമിറ്റി നല്ല രീതിയിൽ അഫക്ട് ചെയ്തവർക്ക് സ്പെസിഫിക് ലോൺ കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് കെയർ ലോൺ എന്ന് പറയുന്നത്. കെയർ ലോൺ. മൂന്നാമത്തെയാണ് കെയർ ഗ്രേസ്. എന്താ കെയർ ഗ്രേസ് എന്ന് അറിയോ? കെയർ ഗ്രേസ് പ്രോഗ്രാം എന്താണെന്ന് അറിയോ? ഈ ഫ്ലഡ് സമയത്ത് നല്ല രീതിയിൽ പലരെ എന്ത് ചെയ്തിട്ടുണ്ട്? മെന്റലി നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങളിൽ തന്നെ പലരെയും നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഫ്ലഡ് ആൾക്കാരിൽ ഉണ്ടാക്കിയ ആ മെന്റലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവർക്ക് ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, മെന്റൽ ട്രോമയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാം ആണ് ഇത് കെയർ ഗ്രേസ് എന്ന് പറയുന്നത്. കെയർ ഗ്രേസ് എയിം ടു ഹെൽപ്പ് മെമ്പേഴ്സ് ഓഫ് ദ ഫ്ലഡ് എഫക്റ്റഡ് ഫാമിലീസ് മെന്റലി ആൻഡ് സോഷ്യലി ബൈ ഗിവിംഗ് കൗൺസിലിംഗ് ആൻഡ് മെന്റൽ ട്രോമ കെയർ. അതായത് അത് നല്ല രീതിയിൽ ബാധിച്ചവർക്ക് എന്ത് ചെയ്യാണ്? കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ആ കൗൺസിലിംഗിനെ കൊടുക്കുന്ന പേരാണ് എന്ത്? കെയർ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നും മനസ്സിലായല്ലോ. ഇത് മൂന്നും ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെയർ കേരള എന്ന് പറയുന്നത്. കെയർ കേരള അപ്പൊ എന്താണ്? കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള. ഫ്ലഡ് സമയത്ത് ഫ്ലഡ് ബാധിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് ചേർന്നിട്ട് വീട്, എല്ലാവരും ഗവൺമെന്റും കോപ്പറേറ്റീവ് ബാങ്ക് കൂടെ ചേർന്നിട്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിനെയാണ് കെയർ കേരള എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് കെയർ ഹോം, കെയർ ലോൺ, കെയർ ഗ്രേസ്. ക്ലിയർ ആയോ? മൂന്നും ക്ലിയർ ആയോ? ഇങ്ങനെ തന്നാൽ അത് എന്താണെന്ന് അറിയണം. കെയർ ഫ്ലഡിന്റെ സമയത്ത് കൗൺസിലിംഗ് കൊടുത്ത പ്രോഗ്രാമിനെയാണ് കെയർ ഗ്രേസ് എന്ന് വിളിക്കുന്നത്. കലാമിറ്റി വന്ന സമയത്ത് ലോൺ കൊടുക്കുന്ന പ്രോഗ്രാമിനെയാണ് കെയർ ലോൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത പ്രോഗ്രാമിനെയാണ് കെയർ ഹോം എന്ന് പറയുന്നത്. ലൈഫ് പ്ലസ് ഒക്കെ നമുക്ക് അറിയാലോ അല്ലെ? നോർമലി അതിപ്പോ ഫ്ലഡിന്റെ സമയത്തല്ല, അതല്ലാതെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ പഞ്ചായത്ത് വഴിയൊക്കെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈഫ് പ്ലസ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കെയർ കേരള എന്ന് പറയുന്നത് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് കെയർ ഗ്രേസ്, ഇത് മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. From among the following, which one is associated with Kerala State Handicraft Apex Cooperative Society? From among the following, which one is associated with? ഇതിൽ ഏതാണ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കൈരളി ആണോ, സുരഭി ആണോ, ത്രിവേണി ആണോ, കോഓപ്പറേറ്റ്സ് ആണോ? അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് ഏതാണ്? സുരഭി. ഇതിന്റെ കോർപ്പറേഷൻ എന്താണ്? ഹാൻഡിക്രാഫ്റ്റ്. കോർപ്പറേഷനെ വിളിക്കുന്ന പേരേതാണ്? ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് സുരഭി. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇത് കൈരളി.
നമ്മുടെ ഹാൻഡ്ലൂമിന്റെ പറയാറുണ്ട്, ഹാൻഡെക്സും ഹാൻഡ് വീവും പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഹാൻഡിക്രാഫ്റ്റിന്റെ സുരഭിയും കൈരളിയും. ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് ആണ് സുരഭി, ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് കൈരളി. കൈരളി ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാണോ? അല്ല. ബാക്കിയെല്ലാം എന്താണ്? കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പൊ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് എപ്പക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? സുരഭിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? തന്നിരിക്കുന്നതിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? NCDC, NDDB, NCCF, NCCT. അതിപ്പോ NCDC നമുക്ക് ഒഴിവാക്കാം, അത് കോർപ്പറേഷൻ ആണ്. NDDB ഒഴിവാക്കാം, ബോർഡാണ്. പിന്നെ ഒരു ഡൗട്ട് വരെ NCCF ആണോ NCCT ആണോ എന്നുള്ളതായിരിക്കും. കൂടുതൽ ആപ്റ്റായ ഉത്തരം ഏതാണ്? NCCF ആണ്. NCCF എന്താണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ അപ്പക്സ് സ്ഥാപനമല്ലേ NCCF. അതുകൊണ്ട് തന്നെ NCCF ആണ്. നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് എഴുതണം? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? NCCF ആണ്. ഓക്കെ, അടുത്തത് ചിട്ടോസാൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്. ആരുടെ പ്രൊഡക്റ്റ് ആണ് ചിട്ടോസാൻ? ചിട്ടോസാൻ ആരുടെ പ്രൊഡക്റ്റ് ആണ്? എന്ത് പ്രൊഡക്റ്റ് ആണ് ചിട്ടോസാൻ എന്ന് പറയുന്നത്? ആരുടെ പ്രൊഡക്റ്റ് ആണെന്നും പറഞ്ഞോളൂ, എന്ത് പ്രൊഡക്റ്റ് ആണെന്നും പറയൂ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കേരള കോർപ്പറേഷൻ പഠിച്ചപ്പോൾ ഓരോ ടൈപ്പ് പ്രൊഡക്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിട്ടോസാൻ എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്, ആരുടെ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ. ആരുടെയാണ്? അതൊരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് അല്ലെ? നമ്മുടെ കൊളസ്ട്രോളിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് ഇത്. മത്സ്യഫെഡിന്റെ ചിട്ടോൺ, ചിട്ടോസാൻ, കൈറ്റിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? മത്സ്യഫെഡിന്റെ ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് ചിട്ടോസാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? മത്സ്യഫെഡ് ആണ് ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി? തന്നിരിക്കുന്നത് സെൻട്രൽ സൊസൈറ്റി ഏതാണ്? RCMPU, NDDB, കേരള ബാങ്ക്, റബ്കോ. അറിയാം, റബ്കോ എന്താണ്? ഫെഡറൽ സൊസൈറ്റി ആണ്. കേരള ബാങ്ക് അപ്പെക്സ് ആണ്. NDDB ഒരു ബോർഡാണ്. അപ്പൊ സെൻട്രൽ സൊസൈറ്റി ഇതിൽ ഏതാണ്? റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, RCMPU. എത്ര RCMPU ഉണ്ട് കേരളത്തില്? അപ്പൊ കേരളത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് 3 ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പെക്സിലെ മിൽമ, മിഡിലില് RCMPU, പ്രൈമറിയിലെ ആപ്കോസ്. RCMPU കേരളത്തില് 3 ഉള്ളത്. എറണാകുളം, ട്രിവാൻഡ്രം, മലബാർ. അങ്ങനെ 3 RCMPU ആണ് കേരളത്തിലുള്ളത്. തന്നിരിക്കുന്നതിൽ ഏതാണ് സെൻട്രൽ സൊസൈറ്റി? RCMPU ആണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഈസ് കോൾഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണോ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണോ, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണോ, നൺ ഓഫ് ദീസ് ആണോ? മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, മാക്സിമം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ ആണ് എന്ത്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മാക്സിമം ക്യാപിറ്റൽ ടു റേസ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി ഈസ് അറ്റ്. സെൻട്രൽ കൊയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി. ടെക്നോളജി എന്ന് കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്നോളജി എന്ന് കണ്ടാൽ ടെക്നോളജി ഒക്കെ കൂടുതൽ എവിടെയാണ്? ബാംഗ്ലൂർ ആണ് അല്ലെ? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി ബാംഗ്ലൂർ ആണ്. ഇനി കലവൂരുള്ളത് എന്താണ്? കലവൂരുള്ളത് കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലെ? കലവൂർ, ആലപ്പുഴയിലെ കലവൂരിലുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി എവിടെയാണ്? ബാംഗ്ലൂർ. കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എവിടെ ഉള്ളത്? കലവൂരുള്ളത്. ടെക്നോളജി, കൂടുതൽ ടെക്നോളജി ഒക്കെ എവിടെയാണ്? ബാംഗ്ലൂരാന്ന് ആലോചിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. എപ്പോഴാണ് ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? പഠിക്കുന്നത് നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫുൾ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കണം. കേരള ദിനേശ് ബി ഡി സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേറ്റ് എല്ലാവർക്കും 1969 അറിയും. 269 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ആൻസർ ഏതാണ്? 15th February 1969. 1969 ഫെബ്രുവരി 15-നാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത്. ആരാ ഫൗണ്ടർ?
ദിനേശ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഫൗണ്ടർ ആരാണ്? GK പണിക്കരാണ് അല്ലെ. GK പണിക്കരാണ്. അവരുടെ പ്രൊഡക്റ്റ് ആണ് ദിനേശ് ഫുഡ്സ്, ദിനേശ് ബീഡി ഒക്കെ എന്താണ് അവരുടെ പ്രൊഡക്റ്റ് ആണ്. GK പണിക്കരാണ് ഫൗണ്ടർ. എവിടെ ദിനേശ് ബീഡിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്? കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതൊന്നുമല്ല, ഡേറ്റ് ആണ് 15th February 1969. 15th February 1969 എന്ത് ചെയ്തിരിക്കുന്നത്? ദിനേശ് ബീഡി സെൻട്രൽ സൊസൈറ്റി ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. KS കാർഡ് ബാങ്ക് സെറ്റപ്പ് ആ ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. കേസ് കാർഡ് ബാങ്കിന്റെ മെയിൻ ഒരു ഇതാണല്ലോ ഡിബെഞ്ചർ റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്നാണ് കേസ് കാർഡ് ബാങ്ക് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് കളക്ട് ചെയ്യുന്നത്? ലോൺ കളക്ഷനിൽ നിന്നാണോ, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണോ, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണോ? പ്രധാനമായിട്ടും കേസ് കാർഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ലോങ് ടേം ലോൺസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ലോൺ കളക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവര് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നത്. കേസ് കാർഡ് ബാങ്ക് സെറ്റപ്പ് ആട്ട് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം ലോൺ കളക്ഷൻ. ലോൺ കളക്ഷൻ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കാട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പ്രീവിയസ് പഠിച്ചാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ സബ്ജക്ട് 100 ക്വസ്റ്റ്യൻ ആണല്ലോ ഉണ്ടാവുക. അതിൽ 80 ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിരിക്കും. 80-85ഓളം പ്രീവിയസ് ആയിരിക്കും. ഒരു 10-15 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതുതായിട്ട് അവരിടുള്ളൂ. ഈ 80 ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിട്ട് നല്ല രീതിയിൽ പ്രീവിയസ് പഠിച്ചു പോയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും മേടിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രീവിയസ് വരുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അതും ഒരിക്കൽ പ്രീവിയസ് ചോദിച്ചതായിരുന്നു. In outright purchase system, the society make dash purchase of goods from the members by offering ruling market price. Outright purchase system നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം പഠിച്ചത്? ഒരു ടൈപ്പ് സൊസൈറ്റിയിലാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം മാർക്കറ്റിംഗ് സൊസൈറ്റി, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടേം ആണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ എന്ത് പർച്ചേസ് ആണ് നടക്കുന്നത്? മെമ്പേഴ്സിന് ക്യാഷ് പർച്ചേസ് ആണ് അല്ലെ. ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ്. അവർക്ക് റൂളിംഗ് മാർക്കറ്റ് പ്രൈസിന്റെ എമൗണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഔട്ട്റൈറ്റ് പർച്ചേസിൽ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഔട്ട്റൈറ്റ് പർച്ചേസിൽ എന്ത് ടൈപ്പ് പർച്ചേസ് ആണ് ചോദിച്ചാൽ ക്യാഷ് പർച്ചേസ് ആണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂട്രിക്കോ is the brand name of coconut oil produced by. ആരുടെ ബ്രാൻഡ് നെയിം ആണ് ന്യൂട്രിക്കോ? ന്യൂട്രിക്കോ is the brand name of ന്യൂട്രിക്കോ റബ്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടില്ലേ? ന്യൂട്രിക്കോ ആരുടെ ബ്രാൻഡ് നെയിം ആണ്? റബ്കോ. ന്യൂട്രിക്കോ is the brand